നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മഹാകുംഭമേളയുടെ 29ാം ദിവസം പ്രസിഡന്റ് ദ്രൗപദി മുർമു മഹാകുംഭത്തിലെ സംഗമത്തിൽ സ്നാനം ചെയ്തു. ഇതുവരെ 43.57 കോടി ഭക്തർ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തു. മഹാകുംഭമേളയിലെ മാഘി പൂർണിമ ഒരുക്കങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രി യോഗി തന്റെ വസതിയിൽ അവലോകനം ചെയ്തു. മാഘപൂർണിമയുടെ ഒരുക്കങ്ങൾക്കായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 31 ഉദ്യോഗസ്ഥരെ കൂടി കുംഭമേളയിലേക്ക് അയച്ചു. ഫെബ്രുവരി 12-നാണ് മാഘപൂർണിമ സ്നാനം. ഇതിനായി ഫെയർ അഡ്മിനിസ്ട്രേഷൻ പുതിയ ട്രാഫിക് പ്ലാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 10-ന് രാത്രി 8 മണി മുതൽ ഫെബ്രുവരി 13-ന് രാവിലെ 8 മണി വരെ മേളയിൽ ഒരു വാഹനവും ഓടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ വാഹനങ്ങളും ആരോഗ്യ വകുപ്പിന്റെ വാഹനങ്ങളും മാത്രമേ ഓടൂ. മഹാകുംഭമേളയ്ക്കെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത രാഷ്ട്രപതിയുടെ ആരോഗ്യത്തിൽ ഇനിയും സോണിയാഗാന്ധിക്ക് സംശയമുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമായ ത്രിവേണി സംഗമത്തിലാണ് മുങ്ങിക്കുളിച്ചത്. ഇതിന്റെ വീഡിയോയും പ്രചരിക്കുകയാണ്. അതിനിടെയാണ് ഈ വീഡിയോ പങ്കുവെച്ച് പലരും രാഷ്ട്രപതിയുടെ ആരോഗ്യം ദുർബലമാണെന്ന് ആരോപിച്ച സോണിയാഗാന്ധിയെ ശക്തമായി വിമർശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബജറ്റ് അവതരണത്തിനിടെ ആദ്യ ദിവസം രാഷ്ട്രപതിയുടെ അഭിസംബോധന പ്രസംഗത്തിൽ ദ്രൗപദി മുർമു ഒടുവിൽ വല്ലാതെ തളർന്നിരുന്നുവെന്നും അവർക്ക് സംസാരിക്കാനാവുന്നില്ലായിരുന്നുവെന്നും സോണിയാഗാന്ധി വിമർശിച്ചിരുന്നു. സനാതന ധർമ്മത്തെയും മനുസ്മൃതിയെയും അവഹേളിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ശങ്കരാചാര്യസ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി മഹാകുംഭമേളയിൽ സംഘടിപ്പിച്ച ധർമ്മ സംസദിന് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്താക്കണം എന്ന വ്യവസ്ഥയാണ് സംസദിൽ ആചാര്യന്മാർ മുന്നോട്ട് വെച്ചത്. ഹത്രാസ് പീഡനക്കേസിനെ പറ്റി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടെയാണ് രാഹുൽ ഹിന്ദു മതത്തെ അവഹേളിച്ചത്. ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ കുടുംബം പോലീസ് നിരീക്ഷണത്തിൽ അവരുടെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുകയാണെന്നും അതേസമയം ബലാത്സംഗ പ്രതികൾ സ്വതന്ത്രമായി വിഹരിക്കുകയാണെന്നും പറഞ്ഞ രാഹുൽ പിന്നീടുള്ള തന്റെ വാക്കുകൾ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. ഗംഗയിൽ മുങ്ങിയാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും ജിഹാദികളെ സന്തോഷിപ്പിക്കുന്നതിൽ സായുജ്യം കൊള്ളുന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ചെവിക്കുറ്റി നോക്കിക്കൊടുത്ത അടി തന്നെയാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ മകൾ കുംഭമേളയെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രസ്താവന. മഹാകുംഭമേളയിൽ സ്നാനം ചെയ്ത ശേഷം DK ശിവകുമാറിന്റെ മകൾ ഐശ്വര്യ DK ഹെഗ്ഡെ പറഞ്ഞത് കുംഭമേള മഹാസംഭവമാണെന്നായിരുന്നു. കുംഭമേള തന്റെ മനം മയക്കിയെന്നും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ ഐശ്വര്യ വാചാലയായി. പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ അമ്മയെ പുണ്യം സ്നാനം ചെയ്യിച്ച് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ത്രിവേണി സംഗമത്തിലെ പുണ്യജലത്തിൽ അമ്മയെ സ്നാനം ചെയ്യിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചുവെന്നും വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത എന്റെ ജീവിതത്തിലെ അമൂല്യവും വൈകാരികവുമായ നിമിഷങ്ങളിൽ ഒന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കിന്നർ അഖാരയിലെ വിവാദങ്ങൾക്കിടെ മഹാമണ്ഡലേശ്വർ സ്ഥാനം നടി മമത കുൽക്കർണി രാജിവെച്ചു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. കിന്നർ അഖാരയിൽ എന്നെക്കുറിച്ചൊരു വിവാദമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ഞാൻ 25 വർഷമായി ഒരു സാധ്വിയാണ്, ഭാവിയിലും ഞാൻ സാധ്വിയായി തുടരും. മമതയെ മഹാമണ്ഡലേശ്വരായി നിയമിച്ചതിനെതിരെ യോഗ ഗുരു ബാബ രാംദേവ്, ബാഗേശ്വർ ധാമിലെ പീഠാധീശ്വർ പണ്ഡിറ്റ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രി, ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതി എന്നിവർ പ്രതിഷേധിച്ചിരുന്നു. നേരത്തെ കിന്നർ അഖാരയുടെ സ്ഥാപകനായ അജയ് ദാസ് മമത കുൽക്കർണിയെ പുറത്താക്കിയിരുന്നു. മമതയ്ക്ക് പട്ടം ലഭിക്കാൻ 10 കോടി രൂപ നൽകിയെന്നായിരുന്നു ആരോപണം. എന്നാലും ഇപ്പോൾ മമത അവകാശപ്പെടുന്നത് തന്നിൽ നിന്ന് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അത് മഹാമണ്ഡലേശ്വർ ജയ് അംബാഗിരി സ്വന്തം കൈകൊണ്ട് അഖാരയിലെ ആചാര്യ പണ്ഡിറ്റ് ലക്ഷ്മി നാരായൺ ത്രിപാഠിക്ക് നൽകിയെന്നുമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.